ജയപരാജയം എന്ന സംഭവം തീരുമാനിക്കുന്നത് പരിശ്രമത്തിന്റെ ഇടയിലാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചായാലും ശരി, ഇതുമാതിരത്തെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോണവനെ സംബന്ധിച്ചായാലും ശരി, സ്റ്റുഡൻസുകളെ സംബന്ധിച്ചായാലും ശരി, ആരെ സംബന്ധിച്ചായാലും ശരി, ഇറങ്ങി തിരിച്ച മേഖല വീണ്ടും വീണ്ടും അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ പൊട്ടിയേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സാധാരണ ഒരു കൂലിപ്പണി, ഒരു നോർമലി ഒരു ലേബർ ആൾക്ക് എന്തെങ്കിലും സാഹചര്യം മൂലം പിന്നെ പണിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നേക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ലേബറാണ്, എല്ലാം കൊണ്ടും തെളിഞ്ഞ ഒരാളാണ്, ബിസിനസ്സായിട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല, ആള് ആര് പറഞ്ഞ് പണി കൊടുക്കും, അങ്ങനത്തെ അത്രയും നല്ല പക്ക ഒരു ലേബറാണെങ്കിൽ അയാളുടെ കയ്യോ കാലോ എന്തെങ്കിലും ഒരു ജീവിത സാഹചര്യങ്ങൾ മൂലം ഇല്ലാതെയാവുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താലും അതിൻ്റെ ശേഷം റീകവർ ചെയ്തതിന് ശേഷം വീണ്ടും പരിശ്രമിക്കുക. എന്നെ സംബന്ധിച്ച് കയ്യും കുറഞ്ഞിട്ടില്ല, കാലും കുറഞ്ഞിട്ടില്ല, വലിയൊരു അസുഖമായ ക്യാൻസറോ അല്ലെങ്കിൽ വേറൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല പണി കിട്ടി, 8ന്റെ പണി കിട്ടി, ചെയ്തു വെച്ച കർമ്മട്ടാ, വേറൊന്നല്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പരിശ്രമിക്കും. ഇപ്പൊ ഞാൻ പിന്നെ അതിലേക്ക് വല്ലാതില്ല. ഇത് ഒരു ഗുരുതരം നീന്തൽ തന്നെയാണ്. ജീവിതം ഇങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മുങ്ങും, പിന്നെയും പൊങ്ങും, അങ്ങനെ മുന്നോട്ട് പോകും. പരിശ്രമം ഒരു കാരണവശാലും വിടരുത്. ഞാൻ ആരും ഉപദേശിക്കാനൊന്നും ആളല്ല. ഞാൻ ചെയ്തിട്ട് എൻ്റെ ഒരു വിജയമായാലും ശരി പരാജയമായാലും ശരി അത് ഷോ ആക്കുക, അത്രേ ഇപ്പം ഞാൻ ചെയ്തോളൂ. ഞാൻ അത്ര വലിയ വിജയമൊന്നുമല്ല, വലിയ പരാജയക്കാരനുമല്ല. അപ്പോൾ ചില മേഖലയിൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് ചില മേഖലയിൽ കവർ ചെയ്യാൻ പറ്റും, ചില മേഖലയിൽ എനിക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റില്ല, അതായത് പെട്ടെന്ന് വിജയിക്കാൻ പറ്റില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു ബുദ്ധിയുടെ ലെവല്, തലച്ചോറിൽ ബുദ്ധി വർക്ക് ചെയ്യേണ്ട സ്ഥലം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ITI കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ പറഞ്ഞ പോലെ ബ്രഹ്മകുമാരീസിൻ്റെ ജ്ഞാനം കിട്ടി. അപ്പം ഈ ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും ഒരു ആവറേജ്, അത്രയേ ഉള്ളൂ. ആവറേജ് ഇല്ല, അത്രയും ഇല്ല എന്ന് പറയാം. ഇപ്പം SSLCക്ക് ആണെങ്കിൽ കുറഞ്ഞ മാർക്ക്, അതിൻ്റെ ഇടയിൽ +2 കുറച്ചും കൂടെ കൂടിയ മാർക്ക് കിട്ടി, ITIയിൽ അതിനേക്കാളും കുറച്ചും കൂടെ മാർക്കുണ്ട്. ബ്രഹ്മകുമാരീസിൻ്റെ അവിടെ പോയിട്ട് അതിന് മാർക്ക് ആരും ഇട്ടെന്നിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, മാർക്ക് ഒന്നും ആയിട്ടില്ല, 0 മാർക്ക് ആയിട്ടില്ല, തീരെ ആയിട്ടില്ല, അടുത്ത മാർക്ക് ആയിട്ടില്ല. എന്നാലും പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ മെക്കാനിക്കാണ്, പറഞ്ഞ പോലെ SSLC പാസ് ആയ ആളാണ്. ഏത് മേഖലയിൽ ആണ് എനിക്ക് വിജയം എന്നത് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പോലീസുകാരനായി അയാൾ കുറേ കാലം നിന്ന് വർക്ക് ചെയ്ത് ആളെ സംബന്ധിച്ച് DGP വരെ ആവാം. പിന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഓവർസിയർക്ക് പോയിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ആവും. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ സംബന്ധിച്ച് അവർ ഓവർസിയറാണ്, ഗവൺമെൻറ് ജോലിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇവിടെ ഗവൺമെൻറ് ജോലിയല്ല ഇവിടുത്തെ ഈ ലോകം നിയന്ത്രിക്കണം, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ വെറും പ്രൈവറ്റ് മാത്രമായാലും പ്രശ്നമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഗവൺമെൻറ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, രണ്ടും ഉണ്ട്. ഇനി ഇതൊക്കെ കുറേയൊക്കെ പ്രൈവറ്റൈസേഷനിലേക്ക് വരും. വെറും പ്രൈവറ്റൈസേഷൻ മാത്രമായാലും പ്രശ്നം, തോന്നിയവാസം എന്ന് പറഞ്ഞാൽ പക്കാ തോന്നിയവാസം നടക്കും. വെറും ഗവൺമെൻറ് മാത്രമാണെങ്കിൽ അവിടെയും പ്രശ്നമാണ്. അപ്പം ഇത് രണ്ടും ഉണ്ട്. ഇനി ഒരുപാട് മാറ്റങ്ങളിലൂടെ വരാണ്ട് ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇന്നിപ്പോൾ നിരവധി ഭൂഖണ്ഡങ്ങളുണ്ട്, പല രാജ്യങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേക രീതിയാണ് ഇപ്പോൾ. ഇതല്ലാത്തൊരു യുഗം ഉണ്ടായിരുന്ന, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ എല്ലാവരും ഒന്നുമില്ല, 9 ലക്ഷം പേരായിട്ട് ഇവിടെ രാജ്യം ഉണ്ടായിരുന്നു, ഭാരതം, അഖണ്ഡ ഭാരതത്തിൽ എന്തൊക്കെ നടന്നിരുന്നു എന്നുള്ളത് 33 കോടിയിലുള്ള അവസാനത്തെ 33 കോടിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം 9 ലക്ഷത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഉത്തമത്തിലും മധ്യമത്തിലും കനിഷ്ഠത്തിലും, അവർക്ക് അത് മനസ്സിലാവുള്ളൂ, അത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉത്തമത്തിൽ തന്നെ അഷ്ടരത്നങ്ങളുണ്ട്. അഷ്ടരത്നങ്ങൾക്ക് നല്ല ഗംഭീരമായിട്ട് ഈ കാര്യം
എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റും. എല്ലാവരിലേക്കും എത്തിക്കാന്ന് പറഞ്ഞാല് എല്ലാവരുമായിട്ടും എന്താ അത് പറഞ്ഞു തരാനും അഷ്ടരത്നങ്ങൾക്ക് ഇപ്പൊ അവസാനത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിനാണെങ്കിൽ പോലും രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവ് അഷ്ടരത്നങ്ങൾക്ക് ഉണ്ടാവും. അഷ്ടരത്നങ്ങൾ എല്ലാവരും പോയി കാണുന്നല്ല, ഇൻ കേസ് കാണുകയാണെങ്കിൽ അവർക്കും രക്ഷ നൽകാനുള്ള ഒരു കഴിവ്, അങ്ങനെ കുറേ 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 കഴിവുകൾ പലർക്കും പല രീതിയിൽ ഉണ്ട്. ഇതേ ടീം തന്നെ ഏറ്റവും താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇവനെ ഉയർത്താതിരിക്കാനുള്ള വേറെ രീതിയിലുള്ള കഴിവുകൾ അവിടെ ഉണ്ട്. എന്നിട്ട് അതിന് സ്കിപ്പ് ചെയ്ത് പോയി അങ്ങനെ വീണ്ടും അഷ്ടരത്നം തന്നെ ആവും. 108-ലുള്ളവർ 108-ൽ തന്നെ ആവും. 16,108-ലുള്ളവർ 16,108-ലും 9,00,000-ലുള്ളവർ 9,00,000-ലും വരുമ്പോൾ അത് കറക്റ്റായിട്ട് അത് അവരുടെ ജന്മചക്രങ്ങൾക്ക് എത്തുന്ന സമയത്താണ് 16 കലാസമ്പന്നമായിട്ട് ഉത്തമം, മധ്യമം, കനിഷ്ഠം ദേവതകളെല്ലാവരും കൂടെ ചേർന്നിട്ട് സത്യയുഗം ആരംഭിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ പ്രോസസ്സുകളവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ട് എനിക്ക് ലൈറ്റില്ല. അപ്പോൾ ഒരു സംഗീത സാന്ദ്രമയമായ പുതിയ ലോകം വരും തന്നെ ചെയ്യും. വന്നോട്ടെ.